കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ കേരളം മാത്രം ഒരു 5 ലക്ഷം കോടി രൂപ നമ്മുടെ നാട്ടിലെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സയൻസുമായി യാതൊരു ബന്ധമില്ലാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഡോക്ടറെക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്ന ഒരു കരിയർ ഹെൽത്ത് കെയറിനകത്തുണ്ട്. ഒരുപാട് അവസരങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും പരസ്യങ്ങളിലൊക്കെ കേൾക്കുന്നു. ഒരു സെഗ്മെന്റ് മാത്രം വളരുക. അപ്പം മെഡിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ പിന്നെ അവിടെ MBBS മാത്രമേ ചർച്ചയുള്ളൂ. ഇന്ത്യയിൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിൽ 25 കുഞ്ഞുങ്ങൾ മരണപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. കേരളത്തിലാണെങ്കിൽ അത് വെറും 4 കുഞ്ഞുങ്ങളെ മരണപ്പെടും. നമ്മളെ നാട്ടിൽ സൗകര്യങ്ങൾ കൂടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നീഡുണ്ട്, നല്ല ഹെൽത്ത് കെയറിൻ്റെ നീഡുണ്ട്. 95-2000 സമയത്തൊക്കെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കരിയർ എന്ന് പറയുന്നത് IT മേഖലയായിരുന്നു. കാരണം കേരളം ഇക്കാര്യത്തിലൊക്കെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തുമാത്രമാണ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിലുള്ള ഒരു വളർച്ച, അതല്ലെങ്കിൽ ഇനി ഒരു 5 or 10 ഇയേഴ്സിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത്? പ്രൈമറി ചിന്ത എന്ന് പറയുന്നത് ആദ്യം കിട്ടേണ്ട ജോലി MBBS. ഹോസ്പിറ്റലിൻ്റെ ഒരു 60% ജോലിക്കാരും ബ്ലഡോ അല്ലെങ്കിൽ ക്ലിനിക്കലോമായി ബന്ധപ്പെടാത്ത ആളുകളാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രീനോട് ചേർന്നിട്ട് നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സയൻസുമായിട്ട് ഒരു ബന്ധവുമില്ല, ആർട്സ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഓഫീസ് വർക്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന അവർക്ക് എന്തൊക്കെ തരം കോഴ്സുകളാണ് ഇപ്പോൾ? if we can mention 1 or 2. I mean, so many courses, so many programs. അപ്പോൾ എല്ലാ ഏരിയയിലും ഒരുമിച്ചൊരു ബൂമിങ് വരിക എന്ന് പറയുന്നതാണ് ഹെൽത്ത് കെയറിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. AI ഡോക്ടേഴ്സിനെ റിപ്ലേസ് ചെയ്യാൻ കഴിയില്ല, AIക്ക് കഴിയില്ല. നേഴ്സസിനെ റിപ്ലേസ് ചെയ്യാൻ കഴിയില്ല. നേരിട്ടുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് വെച്ചാൽ നമ്മുടെ ഡോക്ടേഴ്സിനെ കൊണ്ട് EMR ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. അതുവരെ പെന്നും പാഡും ഉപയോഗിച്ചിരുന്ന ഡോക്ടർമാരെ കൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞൊരു ചലഞ്ച് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മാനേജ്മെന്റ് സിസ്റ്റം നേരിട്ടൊരു ചലഞ്ചാണ്. ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിക്കേണ്ടി വരും. ആ ടൂളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഇഫ് ഐ യൂസ് AI ആൻഡ് യു ഡോണ്ട് യൂസ് AI, ഐ ഹാവ് മോർ പവർ ദാൻ യു. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഞാൻ എവിടെ പഠിക്കണം, ഞാൻ എവിടെ ജീവിക്കണം എന്നുള്ളതൊക്കെ എന്നിൽ നിക്ഷിപ്തമാണ്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമാണത്. ഇറ്റ്സ് മൈ ഡിസ്ക്രിപ്ഷൻ ടു ഡിസൈഡ് where to study and where to live. Provide better choice here, then they will not go there. അവരാരും അവിടെ പോയിട്ട് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ത്യജിച്ച് അവിടെ പോയവരൊന്നും അത്ര സന്തോഷത്തിലാണെന്ന് എനിക്ക് വാദമില്ല. പക്ഷെ അവരപ്പോഴും കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലുള്ള കുണ്ടും കുഴിയുള്ള റോഡില്ല, നല്ല സിസ്റ്റം ഉണ്ട്, ഒരു ഗവേണൻസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, അവർ ഹാപ്പിയാണ്, അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. പ്രൈമറി ക്വാളിറ്റി ആയിട്ട് കാണുന്നത് നമ്മളെ എംപത്തിക് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. രോഗി എന്താണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് 18 വയസ്സുകാരന് തോന്നുന്നുണ്ടെങ്കിലും 50 വയസ്സുകാരന് തോന്നുന്നുണ്ടെങ്കിലും 70 വയസ്സുകാരന് തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് പ്രൈമറി അവിടുത്തെ ഒരു ക്വാളിഫിക്കേഷൻ. തെറ്റുകൾക്ക് സ്ഥാനമില്ല അവിടെ. യു കനോട്ട് ചോപ്പ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റ് ഹാൻഡ് ആൻഡ് സേ സോറി. ഏത് കരിയർ തിരഞ്ഞെടുക്കണം, അതല്ലെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞു ഇനി അടുത്തത് എന്ത് എന്നൊരു ചോദ്യം നമ്മൾ എല്ലാവരുടെയും ലൈഫിൽ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ വാട്ട് വി ഗിവ് പ്രയോറിറ്റി, ആ ഒരു സമയത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കരിയർ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഉള്ളൊരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഹായ് ആൻഡ് വെൽക്കം ടു സൈന ഹെൽത്ത് പ്ലസ്. എൻ്റെ പേര് ഫെറൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിസ്റ്റർ സജാദാണ്. ഹായ് സജാദ്, വെൽക്കം. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നും പരസ്യങ്ങളിലൊക്കെ കേൾക്കുന്നു. എന്തുമാത്രമാണ് ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൻ്റെ വളർച്ച? അസുഖങ്ങൾ കൂടുതലാണെന്ന് നമുക്കറിയാം. ആസ് എ ഫീൽഡ് എന്തുമാത്രമാണ് ഇത് വളർന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ഒത്തിരി വളർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് മലയാളികൾക്ക് കരിയർ തിരഞ്ഞെടുക്കാൻ കുറച്ചും കൂടി എളുപ്പം, ഇപ്പോൾ 90s ഒരു മധ്യത്തിൽ ഒരു 95-2000 സമയത്തൊക്കെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കരിയർ എന്ന് പറയുന്നത് IT മേഖലയായിരുന്നു. കാരണം ITയുടെ ഒരു ബൂമിങ് നമുക്കറിയാം. 95 IT ബൂം ചെയ്തതിൻ്റെ റിസൾട്ട് 90-ലും 2000-ലൊക്കെ IT പഠിച്ച ആളുകൾ വളരെയധികം സക്സസ്ഫുള്ളായി കണ്ടിട്ടുണ്ട്. അത് ഇപ്പോഴും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് ഒരു പക്ഷേ ITയെ കുറിച്ചിട്ട് അത്ര തന്നെ ശ്രദ്ധിക്കാത്ത ആളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എടുത്ത ആളുകളൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതേ ഒരു സിമിലർ സിറ്റുവേഷനാണ് ഹെൽത്ത് കെയർ ഇന്ത്യയിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലെ വലിയ 10 ഹോസ്പിറ്റൽസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യുമ്പോൾ ആ മൊത്തം ഹോസ്പിറ്റൽസിനെ റീസെൻ്റായിട്ട് നമുക്ക് കാണാൻ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ്, ആക്ച്വലി US കമ്പനീസ് ഒക്കെ വന്ന് അക്വയർ ചെയ്യുന്നത് കാണാം. ഈ മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് എക്വിറ്റീസ് കേരളം പോലെയുള്ള ഒരു നാട്ടിൽ വന്നിട്ട് ഈ ഹോസ്പിറ്റൽസിനെ അക്വയർ ചെയ്യുന്നത് വെറുതെ അല്ലല്ലോ. തീർച്ചയായിട്ടും ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ മാർക്കറ്റിൻ്റെ വളർച്ചയാണ് നമ്മളൊരു ജോബ് ഇൻഡസ്ട്രിയുടെ വളർച്ച നമ്മൾ കാണാനുള്ള എളുപ്പമാർഗം. അപ്പോൾ 90s-ലൊക്കെ 1,00,000 കോടി വാല്യൂ വരുന്ന ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി 90s-ലൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ത്യൻ ഹെൽത്ത് കെയർ മാർക്കറ്റിൻ്റെ വാല്യൂ വെച്ചാൽ 1,00,000 കോടി ആണ്. അതൊരു 2000-ലൊക്കെ എത്തുന്ന സമയത്ത് അതൊരു 4 ലക്ഷം കോടി, 2020 ആകുന്ന സമയത്ത് ഒരു 18 ലക്ഷം കോടി. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 50 ലക്ഷം കോടിയുടെ വാല്യൂലാണ് നിൽക്കുന്നത്. ഇത് ഭയങ്കര ഗ്രോത്താണ്. ഇത് മറ്റൊരു ഇൻഡസ്ട്രിക്കും ഇല്ലാത്ത ഗ്രോത്താണ്. ഈ ഇത്രയും വലിയ ലക്ഷം കോടികൾ ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ നമുക്ക് ഇത് എത്രയാണെന്ന് പിടിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം ആകുമ്പോഴും 10 ലക്ഷം ആകുമ്പോഴും ഏകദേശം ഒരുപോലെ അതെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വലിയ വ്യത്യാസമാണ്. ഇതൊരു പക്ഷേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന എക്കണോമിസ്റ്റ് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ വ്യത്യാസം അവർക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഇതൊക്കെ ലക്ഷം കോടികൾ വലിയ വ്യത്യാസം നമുക്ക് തോന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 10-30 വർഷങ്ങളുടെ വ്യത്യാസത്തിൽ 4 ലക്ഷം കോടി 50 ലക്ഷം കോടി ആയിട്ടുണ്ട്. ഇതൊരു ഹ്യൂജ് 4-50 ഡിഫറൻസ് തന്നെ ആലോചിച്ചാൽ മതിയല്ലോ അല്ലേ? കറക്റ്റ്. അങ്ങനെ ഒരു വ്യത്യാസം മറ്റൊരു ഇൻഡസ്ട്രിക്കും ഇന്ത്യയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ്. 2 നമുക്ക് ക്വാളിറ്റേറ്റീവ് ഉള്ള മാറ്റമാണ്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മാറ്റം വെച്ചാൽ 1947 ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ടൈമിൽ നമുക്കൊരു സെൻസസ് നടന്നിട്ടുണ്ട്. സെൻസസിൽ ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് ഇന്ത്യൻ മെഷർ ചെയ്യപ്പെട്ടത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് 32 വയസ്സാണ്. 1947 32 വയസ്സാണ് ആവറേജ് ഇന്ത്യൻ്റെ ലൈഫ് സ്പാൻ എങ്കിൽ 2026 വരുന്ന സമയത്ത് അത് 72 75 ഒക്കെ. ഇപ്പോൾ ഇന്ത്യൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് 70, കേരളക്കാരനെ സംബന്ധിച്ചത് 75ആണ്. അത് എപ്പോഴും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ? അപ്പോൾ ഇന്ത്യൻ്റെ ആവറേജിനേക്കാളും ഒരുപാട് മുകളിലായിരിക്കും. അത് നമ്മുടെ ഒരു ക്വാളിറ്റേറ്റീവ് ഉള്ളൊരു വ്യത്യാസമാണ്. അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സിലാണല്ലോ ഇതൊക്കെ മെഷർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിൽ 25 കുഞ്ഞുങ്ങൾ മരണപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. കേരളത്തിലാണെങ്കിൽ അത് വെറും 4 കുഞ്ഞുങ്ങളെ മരണപ്പെടും. ഇത് ഒരു വ്യത്യാസമാണ്. കേരളം ഇക്കാര്യത്തിലൊക്കെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് യൂറോപ്യൻ ഇൻഡിക്കേറ്റേഴ്സിനോട് ഇപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളുടെ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, ഇതൊക്കെ നമ്മൾ വിദേശ രാജ്യത്തിനോട് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ സൂചികയുമായിട്ട് ഷെയർ ചെയ്ത് നിൽക്കുന്നതാണ്. ആവറേജ് ഇന്ത്യയിൽ നിന്ന് ഒത്തിരി വ്യത്യാസം നമുക്കുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇൻ ഇന്ത്യ ഓഫ് കോഴ്സ് അതുപോലെ തന്നെ കേരളത്തിൽ അത്യധികം ഒരു ഹെൽത്ത് കെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ പറയും ഷഷ്ടിപൂർത്തി ആഘോഷിക്കുക എന്ന് പറയുന്ന, ഇപ്പം അതൊന്നും താരതമ്യേന കുറവാണ്. കാരണം വെച്ചാൽ ആളുകൾ 60 വയസ്സൊക്കെ കഴിഞ്ഞ് എത്രയോ കാലം ജീവിക്കായി. 75 വയസ്സൊക്കെ ആവറേജ് ആക്ച്വലി ചെയ്തത്. ഇതാണ് പ്രൈമറി മെഷർ. ഹെൽത്ത് കെയർ മെച്ചപ്പെട്ടോ എന്നുള്ളത് എൻ്റെ ഒരു പ്രൈമറി മെഷർ. സോ ഒബ്വിയസ്ലി ഒരു മേഖല ഇത്രയും അധികം വളരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും ഒരു ക്വാളിറ്റിയിൽ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ മാൻ പവർ എന്ന് പറയുന്നത് എന്തായാലും ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. അപ്പോൾ എന്തുമാത്രമാണ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിലുള്ള ഒരു വളർച്ച, അതല്ലെങ്കിൽ ഇനി ഒരു 5 or 10 ഇയേഴ്സിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാലം മുമ്പ് വരെ നമ്മൾ ജോബിനെ കണ്ടിട്ടുള്ളത് ഒരു സെഗ്മെന്റ് മാത്രം വളരുക. അപ്പം മെഡിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ പിന്നെ അവിടെ MBBS മാത്രമേ ചർച്ചയുള്ളൂ. പ്രൈമറി ചിന്ത എന്ന് പറയുന്നത് ആദ്യം കിട്ടേണ്ട ജോലി MBBS, അതല്ലെങ്കിൽ പിന്നെ BDSO BHMSO BAMSO അങ്ങനെ ഇതര ഡോക്ടർ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന കോഴ്സുകൾ വേറെ കുറേ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ ജോബ് മാർക്കറ്റിനെ കുറിച്ച്, ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ക്ലിനിക്കൽ മെഡിക്കൽ ജോബ് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയല്ല. അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് മറ്റേതു മേഖലയിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു BCom വിദ്യാർത്ഥിയാണെന്ന് തന്നെ വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങളൊരു +2 സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സയൻസുമായി യാതൊരു ബന്ധമില്ലാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഡോക്ടറെക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്നൊരു കരിയർ ഹെൽത്ത് കെയറിനകത്തുണ്ട്. ഇത് പലപ്പോഴും കുട്ടികൾ അധികം ശ്രദ്ധിക്കാറില്ല. കുട്ടികൾ നോക്കുന്നത് MBBS പഠിക്കാൻ അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ അല്ലെങ്കിൽ ഫാർമസി പഠിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കുന്നൊരു ഫീൽഡായിട്ടാണ് ഹെൽത്ത് കെയർ. അങ്ങനെയല്ല, ഹെൽത്ത് കെയർ ഒരു വേർട്ടിക്കൽ ഇൻഡസ്ട്രിയാണ്. വേർട്ടിക്കൽ ഇൻഡസ്ട്രി വെച്ചാൽ ഒരു ഇൻഡസ്ട്രി മറ്റൊരു ഇൻഡസ്ട്രീനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. ഉദാഹരണമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രീനോട് ചേർന്നിട്ടേ നിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഡിക്കൽ ലോ എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഈ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഇൻഷുറൻസും വേണം, ഹോസ്പിറ്റലും വേണം. അതേപോലെ നിരവധി ഇപ്പോൾ മെഡിക്കലിനകത്ത് തന്നെ നമുക്ക് പ്രധാനമായിട്ടും ഈ സർവീസിനെ
ഡയഗ്നോസ്റ്റിക് കെയർ, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് കെയർ, അല്ലെങ്കിൽ ക്യൂറേറ്റീവ് കെയർ. ഇങ്ങനെ 3 രീതിയിലൊക്കെയാണ് നമ്മളിതിനെ കാണുന്നത്. ഒരു രോഗം വന്നാൽ ചികിത്സ കൊടുക്കുന്ന ആളുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട സർവീസുകളുണ്ട്. രോഗമുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ഡയഗ്നോസ്റ്റിക് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ രോഗം വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ജോലി സാധ്യതയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് കെയറിനകത്ത് തന്നെ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, ഇൻഷുറൻസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, ഞാൻ എന്താ പറയുക ഡയഗ്നോസ്റ്റിക് ഏരിയ ഉണ്ട്, ക്ലിനിക്കൽ ഏരിയ ഉണ്ട്. ഓഫ് കോഴ്സ് ഡോക്ടേഴ്സ്, നേഴ്സസ് ഒക്കെ വരുന്ന ആ ഏരിയയിലാണ്. ഇനി പാരാമെഡിക്കൽ എന്ന് പറയുന്ന മറ്റു ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ, ഐ മീൻ സോ മെനി കോഴ്സസ്, സോ മെനി പ്രോഗ്രാംസ്. അപ്പോൾ എല്ലാ ഏരിയയിലും ഒരുമിച്ചൊരു ബൂമിങ് വരിക എന്ന് പറയുന്നതാണ് ഹെൽത്ത് കെയറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഏരിയാസും വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്പെസിഫിക്കലി ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലൊരു ജോലി എന്ന് പറയുമ്പോൾ ഡോക്ടർ, നഴ്സ്, മെഡിക്കൽ ഷോപ്പ് അവിടം വരെയൊക്കെയാണ്, അല്ലെങ്കിൽ ഫാർമസി ഒക്കെയാണ് നമ്മളുടെ മൈൻഡിൽ. ഇപ്പോൾ ഒരു സയൻസുമായിട്ട് ഒരു ബന്ധവുമില്ല, ആർട്സ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഓഫീസ് വർക്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന അവർക്ക് എന്തൊക്കെ തരം കോഴ്സുകളാണ് ഇപ്പോൾ ഇഫ് വി ക്യാൻ മെൻഷൻ 1 or 2? ഷോ ഇപ്പോൾ ആർട്സ് പഠിച്ചൊരു കുട്ടിയാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് മലയാളം പഠിച്ചൊരു കുട്ടിയാന്ന് വിചാരിക്കും. ഇത് കാരണം ഇവരൊക്കെ വേണമല്ലോ, നമുക്ക് ഇവർക്കൊക്കെ ജോലിയും കിട്ടണമല്ലോ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സെറ്റിങ്സിനകത്ത് നമുക്ക് ഇവർക്ക് എന്ത് ജോലി കൊടുക്കാം എന്നുള്ളതാണ്. നന്നായി മലയാളം സംസാരിക്കുന്ന കുട്ടിക്ക് ഹോസ്പിറ്റലിനകത്തൊരു ജോലിയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹോസ്പിറ്റലിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ എടുക്കാം. മാർക്കറ്റിങ്ങിനകത്ത് വളരെ കൃത്യമായി ആ ഹോസ്പിറ്റലിന് വേണ്ട മാർക്കറ്റിംഗ് കോണ്ടന്റുകൾ എഴുതാൻ പറ്റുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ദെൻ ഹി ഹാസ് എ ജോബ് ഇൻ ഹെൽത്ത് കെയർ. ഓൾറൈറ്റ്, സംബഡി ഹൂ ഹാസ് എ ഹൈ ഇൻ്റലിജൻസ് ഓർ നല്ലൊരു കപ്പാസിറ്റി, ബിസിനസ് കപ്പാസിറ്റി ഉള്ള ഒരാളാണ് എങ്കിൽ അയാൾക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റിനകത്ത്, ഹോസ്പിറ്റലാണ് പക്ഷേ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സംബഡി, ഇപ്പോൾ നമ്മൾ പലരും കാണാൻ ബ്ലഡ് കണ്ടാൽ തലകറങ്ങിയെന്ന് വീണ ആളുകളാണ് പലരും, അല്ലെങ്കിൽ ബ്ലഡിനോട് ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുന്ന ആളുകളാണ് ഏറെക്കുറെ മനുഷ്യന്മാർ. അപ്പോൾ എല്ലാവരും ബ്ലഡ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ കുട്ടികൾ വിചാരിക്കുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ബ്ലഡുമായിട്ടുള്ളതാണ്. അല്ല, ഹോസ്പിറ്റലിൻ്റെ ഒരു 60% ജോലിക്കാരും ബ്ലഡോ അല്ലെങ്കിൽ ക്ലിനിക്കലോ ആയി ബന്ധപ്പെടാത്ത ആളുകളാണ്. ഒരു 40% വരുന്ന ആളുകൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വർക്കേഴ്സ് ഉള്ളൂ. പക്ഷേ ഇൻ ജനറൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മെഡിക്കൽ എന്ന് പറയുന്ന മേഖല 100% ഈ ബ്ലഡും അല്ലെങ്കിൽ നൈഫായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അല്ല, 60% ജോലികൾ നോൺ ക്ലിനിക്കലാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവോ ബിസിനസ്സോ അല്ലെങ്കിൽ ഇൻഷുറൻസോ മെഡിക്കോ ലീഗലോ ഇങ്ങനെ കുറേ ആയിട്ടുള്ള വേറെ വിഭാഗം ഉണ്ട്. ഇനി അതൊന്നും അല്ലാതെ നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് ഇപ്പോൾ കൗൺസിലിംഗ് രംഗത്ത് വരാൻ സാധ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. ദിസ് ഈസ് ഓൾ നോട്ട് ഇൻവേസീവ് ആയിട്ടുള്ള ഏരിയകളല്ല, അല്ലെങ്കിൽ ബ്ലഡ് കാണുന്ന ഏരിയകളല്ല. ഇതൊക്കെ ക്ലിനിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ ക്ലിനിക്കലാണ്, ബട്ട് ഇറ്റ് ഈസ് ഫോളോയിങ് ഇൻ അണ്ടർ സെമി ക്ലിനിക്കൽ, അല്ലെങ്കിൽ ആളുകളെ കൗൺസിൽ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതൊരു ഭാഷ പഠിക്കുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ആളുകൾ വേണം എന്നുള്ളതല്ല. പക്ഷെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, എങ്ങനെയാണ് നിങ്ങളത് പഠിക്കേണ്ടത്, എന്തെല്ലാമാണ് ഇന്നത്തെ കാലത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന രീതിയിൽ പഠിച്ച് മനസ്സിലാക്കുന്ന കോഴ്സുകളായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പ്ലസ് ആൻഡ് മൈനസ് ആയിട്ട് പറയുന്നൊരു കാര്യമാണ് AI എന്ന് പറയുന്നത്. എല്ലാ ജോലിയിലും AI-യുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. AI വന്നതുകൊണ്ട് കുറേ ജോലികൾ ഇല്ലാതാവുന്നു എന്ന് പറയുന്നു. എന്തുമാത്രമാണ് നമുക്കിപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള കോഴ്സുകൾ AI ആയിട്ട് ഒത്തുപോകുന്നത്? അതായത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ AI അറിയാണ്ടായി പോകുമോ? AI ആളുകളെ ജോലി നഷ്ടപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ, AI ഡോക്ടേഴ്സിനെ റിപ്ലേസ് ചെയ്യാൻ കഴിയില്ല, AIക്ക് കഴിയില്ല. നേഴ്സസിനെ റിപ്ലേസ് ചെയ്യാൻ കഴിയില്ല. AIക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സമയമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത്രയും സമയം ആവശ്യമില്ല ആ കാര്യം ചെയ്യാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പണ്ട് നമ്മൾ ഒരു ലെഡ്ജർ ബുക്കിൽ നിന്നും 100-200 എൻട്രികൾ ക്ലോസിംഗ് സമയത്ത് കുത്തിരുന്ന് കാൽക്കുലേറ്റർ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊരു സ്പ്രെഡ്ഷീറ്റിലൂടെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ട്. അത് ആ ജോലിയെ മാറ്റിയതല്ല, നമ്മൾ ചെയ്ത ടൂളിനെ മാറ്റി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കാൽക്കുലേറ്ററും ലെഡ്ജറും ഉപയോഗിച്ചത് ഇപ്പോൾ എക്സൽ ഷീറ്റിലോട്ട് മാറ്റി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ആളുകൾ അത്തരം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ AI സഹായിക്കുന്നതാണ്. പക്ഷേ AI പരിപൂർണമായി ഇതിനകത്തുള്ള ജോലികൾ മാറ്റുമെന്ന് വെച്ചാൽ ഇല്ല. ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ 2010, 11, 12 സമയത്തൊക്കെ കേരളത്തിൽ നമ്മൾ നേരിട്ടുള്ള, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ജോലിക്കാരൊക്കെ നേരിട്ടുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് വെച്ചാൽ നമ്മുടെ ഡോക്ടേഴ്സിനെ കൊണ്ട് EMR ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. അതുവരെ പെന്നും പാഡ് ഉപയോഗിച്ചിരുന്ന ഡോക്ടർമാരെ കൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞൊരു ചലഞ്ച് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മാനേജ്മെൻറ്റ് സിസ്റ്റം നേരിട്ടൊരു ചലഞ്ചാണ്. അത് നമ്മൾ മറികടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സിനെ കൂടെ ഇരുത്തി അവരെ
എൻകറേജ് ചെയ്ത് അവർക്ക് സപ്പോർട്ട് കൊടുത്ത് നമ്മൾ അവരെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളാക്കി മാറ്റി നമ്മൾ. കാരണം 80s-ലോ 70s-ലൊക്കെ ഗ്രാജുവേറ്റ് ആയ ഒരു ഡോക്ടർ ഇന്നത്തെ അഡ്വാൻസ്ഡ് EMR സിസ്റ്റം ഉപയോഗിക്കുന്നത് നമുക്ക് പ്രതീക്ഷ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് അവരിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സായി മാറി. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഡോക്ടറും കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ഡോക്ടറും തമ്മിലൊരു വലിയ വ്യത്യാസം അന്ന് കണ്ടു. അതുപോലെ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന കാലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന ഡോക്ടേഴ്സും ഉണ്ടാവും, ഉപയോഗിക്കാൻ പറ്റാത്ത ഡോക്ടേഴ്സും ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ആ കാലഘട്ടത്തിന്റെ ഒരു ടൂളാണ് ഇതൊക്കെ. ഇതിപ്പോ നമ്മൾ 4ാം വ്യാവസായിക വിപ്ലവത്തിന്റെ കാലം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഡേറ്റ പോലും അല്ല നമുക്ക്, ഡേറ്റ ആയിരുന്നു വളരെ പ്രധാനം. പക്ഷെ ഇന്ന് ഡേറ്റേനെ അപ്പുറം പോയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലത്തോട്ട് നമുക്ക് ഇതിന് മറികടക്കാൻ കഴിയില്ല, നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഓൺലി വൺ തിങ് വി ക്യാൻ ഡു, എങ്ങനെയാണ് AI-ന്റെ കാലത്ത് AI-നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക, അത് ഉപയോഗിച്ച് എങ്ങനെയാണ് എൻ്റെ ക്ലിനിക്കൽ എക്സ്പെർട്ടീസ് കൂട്ടാൻ പറ്റുക, എങ്ങനെയാണ് എൻ്റെ നഴ്സിംഗ് ജോലികൾ കൂട്ടാൻ പറ്റുക, എങ്ങനെയാണ് എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ജോലികൾ. അപ്പോൾ അത് ഹെൽത്ത് കെയർ മാത്രമല്ല, ഏത് സ്ഥാപനത്തിലാണെങ്കിലും എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് AI എന്ന് പറയുന്ന ഒരു ടൂൾ, ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിക്കേണ്ടി വരും. ആ ടൂളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഇഫ് ഐ യൂസ് AI ആൻഡ് യു ഡോണ്ട് യൂസ് AI, I have more power than you. ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അത് ഡോക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ എന്താ പറയുക, നേഴ്സ് എന്നൊരു പ്രൊഫൈൽ നമുക്ക് സ്പെസിഫിക്കലി എടുക്കാം. നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ 10-ൽ 9 പേരും ചുരുങ്ങിയത് കേരളത്തിൻ്റെ പുറത്തേക്ക് കടക്കും, അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളാണെങ്കിലാണ് സെറ്റ് ആവുള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസവും, അങ്ങനെയാണ് കണ്ടിട്ടുള്ളതും. അതിപ്പോൾ ഇനി നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിൽ വരുന്ന കോഴ്സുകളും കുട്ടികൾ പുറത്തേക്ക് പോകാനാണോ സാധ്യത? ഇത് നന്നാവാൻ നാട് വിടേണ്ടി വരുമോ? എന്തുമാത്രമാണ് നമ്മൾ എത്രയും എഫേർട്ട് എടുത്തിട്ട് സ്ഥാപനങ്ങളൊക്കെ വന്നിട്ട് കേരളത്തിൽ ഒരു യൂത്ത് മാൻ പവർ കിട്ടാനുള്ളൊരു സാധ്യത എങ്ങനെയാണ്? ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കാരണം വെച്ചാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ കേരളം മാത്രം ഒരു 5 ലക്ഷം കോടി രൂപ നമ്മുടെ നാട്ടിലെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. ഈ പഠിച്ച കുട്ടികൾ പഠിപ്പിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഇവർ പഠിക്കുന്നത് വിദേശത്താണ് മാത്രം. അപ്പം വിദേശത്ത് പഠിക്കാൻ വേണ്ടി 5 ലക്ഷം കോടി രൂപ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കേരളം മാത്രം സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. 5 ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾ വിദേശത്ത് പോയി പഠിച്ച് കുട്ടികൾ അവിടെ തന്നെ ജോലി ചെയ്ത് ഇങ്ങോട്ട് വരാത്ത, അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ, ഇതൊരിക്കലും നല്ലതല്ല. അത് ഇപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഫെറിൻ ചോദിച്ചതിനകത്ത് കുട്ടികൾ വിദേശത്ത് പോയി പഠനം തുടരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളാണ്. ഞാൻ എവിടെ പഠിക്കണം, ഞാൻ എവിടെ ജീവിക്കണം എന്നുള്ളതൊക്കെ എന്നിൽ നിക്ഷിപ്തമാണ്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമാണത്. ഇറ്റ്സ് മൈ ഡിസ്ക്രിപ്ഷൻ ടു ഡിസൈഡ് വേ ടു സ്റ്റഡി ആൻഡ് വേ ടു ലിവ്. നമ്മളെ നാട്ടിൽ സൗകര്യങ്ങൾ കൂടേണ്ടതായിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നീഡുണ്ട്, നല്ല ഹെൽത്ത് കെയറിൻ്റെ നീഡുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് എക്യൂട്ടീസിൻ്റെ അക്വിസിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ദോസ് ബിഗ് ഹോസ്പിറ്റൽസ് വെർ അക്വയർഡ്. അപ്പോൾ ഇനി അവിടെ വരാൻ പോകുന്ന സർവീസ് എത്തരത്തിലുള്ളതായിരിക്കും? ഒരു ഹൈ സ്റ്റാൻഡേർഡ് സർവീസ് ആയിരിക്കും. ഹൈ സ്റ്റാൻഡേർഡ് സർവീസ് കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് തരുന്നൊരു ഇൻഡിക്കേഷൻ എന്താ വെച്ചാൽ ഇവിടെ അത് ആവശ്യമുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. സോ വെൻ യു പ്രൊവൈഡ് ഹൈ സ്റ്റാൻഡേർഡ് സർവീസ്, then people will not go for high standard service abroad, right? പുറത്ത് പോയിട്ട് നമ്മൾ ചികിത്സ എടുക്കൂലല്ലോ, ഇവിടെ കിട്ടുവാണെങ്കിൽ. അപ്പോൾ ആ പുറത്ത് പോകുന്ന സർവീസ് ഇവിടെ കിട്ടുവാണെങ്കിൽ അതിന്റെ പാക്കേജും ഇവിടെ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യുന്ന കുട്ടികൾ ഇവിടെ ജോലി ചെയ്യും. സോ ദിസ് ഇസ് ഹൗ ആക്ച്വലി ഇറ്റ് ഇവോൾവ്സ്. മാർക്കറ്റ് ഇവോൾവ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ കുട്ടികളെ തടഞ്ഞ് പാസ്പോർട്ട് പിടിച്ചെക്കുന്നവർക്കല്ല അവർ പോകാതിരിക്കുക. യു പ്രൊവൈഡ് ബെറ്റർ ചോയ്സ് ഹിയർ, then they will not go there. അവരാരും അവിടെ പോയിട്ട് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ ത്യജിച്ച് അവിടെ പോയവരൊന്നും അത്ര സന്തോഷത്തിലാണെന്ന് എനിക്ക് വാദമില്ല. പക്ഷെ അവരപ്പോഴും കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലുള്ള കുണ്ടും കുഴിയുള്ള റോഡില്ല, നല്ല സിസ്റ്റം ഉണ്ട്, ഒരു ഗവേണൻസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, അവർ ഹാപ്പിയാണ്, അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവരവിടെ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ടേംസ് ഓഫ് റവന്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻകം വെച്ചിട്ട് നോക്കുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാണും. മറ്റു പല കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവും, അവിടെ ടാക്സ് കൂടുതൽ കൊടുക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേ ദേ സ്റ്റിൽ പ്രിഫർ ദാറ്റ്. അപ്പം അത്തരം ഒരു സിറ്റുവേഷൻ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവർ പോകാതിരിക്കുള്ളൂ. സോ വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത് കെയർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവർ പോകൽ തുടരും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ പോകുന്നത് അവരുടെ ഇഷ്ടമാണ്, അത് അങ്ങനെ തന്നെ വെക്കണം. പക്ഷേ നമ്മൾ 2030 ആകുമ്പോഴേക്കും നമ്മൾ ഏറ്റവും പ്രത്യേകത, നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ ഏറ്റവും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 2030 ആകുമ്പോഴേക്കും ഏകദേശം 1 കോടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹെൽത്ത് കെയറിൽ മാത്രം വരും, ഇന്ത്യയിൽ മാത്രം വരും. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ത്യയിൽ മാത്രം 1 കോടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ സാധ്യതയുള്ളൊരു മാർക്കറ്റാണ് ഹെൽത്ത് കെയർ. അതിനുള്ള കുട്ടികൾ നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട കോഴ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, കുട്ടികൾ അത് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. കുട്ടികൾ ആക്ച്വലി ഏറെക്കുറെ
എടുക്കുന്നത് ഈ ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്തിട്ടാണ് കണ്ടുള്ളത്. അല്ല, മറ്റു പല കോഴ്സുകളും അല്ലെങ്കിൽ ഹെൽത്ത് കെയറിനകത്തുണ്ട്. ഇൻ ദ കമ്മിങ് ഡേയ്സ് ദേ വിൽ ഗോ ഫോർ ഇറ്റ്. സോ നമുക്ക് ഇപ്പോൾ പഠിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലൊരു സിസ്റ്റം അനുസരിച്ച് +2 വരെ ഒരു ഒഴുക്കിലങ്ങ് പോകും. അതൊരു ബേസിക് ഇതായിട്ട് പോകുന്നു. ചിലപ്പോൾ ഡിഗ്രി എടുക്കുന്നു. പക്ഷേ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു ബ്രേക്കൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ഒരു അക്കാഡമിക്കൽ ബ്രേക്ക് ആവാം, കരിയർ ബ്രേക്ക് ആവാം. ഈ പ്രായം ഘടകമല്ലാത്ത എന്തെങ്കിലും കോഴ്സുകളും ജോലി സാധ്യതകളൊക്കെ നമുക്കിപ്പോൾ മെഡിക്കൽ ഫീൽഡിലുണ്ടോ? ഉറപ്പായും പ്രായം ചില ജോലികൾക്ക് ഘടകമാണ്. അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് നമുക്ക് ചില ജോലികൾക്ക് പ്രായപരിധി നമ്മൾ വെക്കാറുണ്ട്. ആക്ച്വലി അത് ബിഗിനർ പ്രോഗ്രാംസുകൾക്കൊക്കെ, നമ്മൾ ഒരു എൻട്രി ലെവൽ പ്രോഗ്രാംസുകൾക്കൊക്കെ അല്ലെങ്കിൽ എൻട്രി ലെവൽ ജോബുകൾക്കൊക്കെ നമ്മൾ പ്രായപരിധി അങ്ങനെ നിശ്ചയിച്ച് വെക്കാറുണ്ട്. ചില മാനേജറൽ പൊസിഷൻസിനൊക്കെ പ്രായപരിധി അങ്ങനെ വെച്ച് കാണാറുണ്ട്. പക്ഷെ അതർവൈസ് ഇൻ ജനറൽ ഹെൽത്ത് കെയറിനകത്ത് പ്രായം തടസ്സമാകുന്ന ജോലികൾ വളരെ കുറവാണ് കമ്പയർഡ് ടു മെനി അതർ ഇൻഡസ്ട്രി. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് ഹെൽത്ത് കെയറിനകത്ത് ജോലി ചെയ്യാൻ പ്രൈമറി ക്വാളിറ്റി ആയിട്ട് കാണുന്നത് നമ്മൾ എംപത്തിക് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. രോഗി എന്താണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് 18 വയസ്സുകാരന് തോന്നുന്നുണ്ടെങ്കിലും 50 വയസ്സുകാരന് തോന്നുന്നുണ്ടെങ്കിലും 70 വയസ്സുകാരന് തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് പ്രൈമറി അവിടുത്തെ ഒരു ക്വാളിഫിക്കേഷൻ. എനിക്ക് രോഗിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇതുള്ള ഏത് വയസ്സുകാരനും പ്രൊവൈഡഡ് അയാൾ 18 ഇയേഴ്സ് ആണെങ്കിലും 70 ഇയേഴ്സ് ആണെങ്കിലും അയാൾക്ക് അത് ജോലി ചെയ്യാമെന്നുള്ളതാണ്. ഇനി ഓർഗനൈസേഷൻസ്, ഇപ്പോൾ ഹോസ്പിറ്റൽസ് അവരുടെ ഓപ്പറേഷണൽ ഹിസ്റ്ററിയിൽ നിന്ന് അവർ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ടാവും. അപ്പോൾ റിസപ്ഷനകത്ത് എനിക്ക് ഈ ഏജ് ബ്രാക്കറ്റിനുള്ള ആളായിരിക്കും സ്യൂട്ടബിൾ എന്ന് അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്ന ലബോറട്ടറിക്കകത്ത് ഈ മെച്യൂരിറ്റി ഉള്ള ആളുകളായിരിക്കും നല്ലത്. അത് അങ്ങനെ വെക്കുന്നത് ആ ഹോസ്പിറ്റലിലെ മാത്രം പേഴ്സണലൈസ്ഡ് ആയ ചോയ്സാണ്. അല്ലാതെ ഹോസ്പിറ്റലിനകത്ത് നമുക്ക് ഏജ് ബാർ വന്നിട്ടുള്ള ജോലികൾ താരതമ്യേന കുറവാണ് എന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരിക്കലും ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയിൽ ക്ഷോഭിക്കാൻ പറ്റണം എന്നില്ല. അതുപോലെ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ ഫീൽഡ്? കാരണം അവിടെ വരുന്നവർ ഒരിക്കൽ 90% ഹാപ്പി ആയിട്ട് ഇപ്പോൾ സുഖചികിത്സയ്ക്കൊക്കെ വരുന്നവരും ഓക്കെ, അതല്ലാണ്ട് മെജോറിറ്റി ആൾക്കാരും ദേ ആർ കമ്മിങ് വിത്ത് ഇമെൻസ് പ്രോബ്ലംസ്. അപ്പോൾ ചിലപ്പോൾ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് മുതൽ ഡോക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡ് വരെ ആ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനെ എഫക്ട് ചെയ്തേക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് വി നീഡ് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ? ഒന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് വെച്ചാൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു പ്രൈമറി നീഡാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സിക്കായി കഴിഞ്ഞാൽ ഞാൻ സിക്കല്ലേ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആളല്ല. അയാൾക്ക് എത്രയും പെട്ടെന്ന് ആ സിക്നെസ് മാറുക എന്നുള്ളതാണ് ഏതൊരാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെയൊക്കെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് കാണുന്നത്. അല്ലാതെ നമ്മളൊരു പാർക്കിലോട്ട് പോകുന്ന ലാഘവത്തോടോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിലോട്ട് പോകുന്ന പോലെ കസ്റ്റമേഴ്സ് വരുന്ന ഇടമല്ല ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അവിടെ ശരിക്കും സിക്കായ വേദനിച്ച് നിൽക്കുന്ന പ്രതീക്ഷയില്ലാത്ത പുതിയ എന്താ പറയുക രോഗങ്ങൾ അന്ന് കിട്ടിയ അല്ലെങ്കിൽ എത്ര ഇനി പൈസ അടക്കണമെന്ന് വിഷമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അമ്മ ICUവിൽ കിടക്കുന്ന ആളെ കാണാൻ വന്ന അല്ലെങ്കിൽ മകനാണ് അവിടെ ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഭയങ്കര പെയിൻ നിറഞ്ഞിട്ടുള്ള ആളുകൾ, ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണ് നമുക്ക് ഹോസ്പിറ്റലിനകത്തുള്ളത്. അവരോട് നമ്മൾ സർവീസ് കൊടുക്കണമെങ്കിൽ ഇതൊരു ഹൈ പ്രിസിഷൻ സർവീസ് ഇൻഡസ്ട്രിയാണ്. തെറ്റുകൾക്ക് സ്ഥാനമില്ല അവിടെ. യു കനോട്ട് ചോപ്പ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റ് ഹാൻഡ് ആൻഡ് സേ സോറി. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്കൊരു ട്രയൽ ആൻഡ് എററിന് സാധ്യത അവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആക്യുറേറ്റ് ആവുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പ്രൈമറി ഘടകം. ഇതിനൊരു സ്കില്ലായിട്ട് നമ്മൾ കണ്ടാൽ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ചില സ്കില്ലുകൾ വേണം അവിടെ ജീവിക്കാൻ. അത് ഇപ്പോൾ സ്റ്റോൺ ഏജിലാണെങ്കിൽ ഏറ്റവും നന്നായി സ്റ്റോൺ ഉപയോഗിച്ച് കത്തി ഉണ്ടാക്കുന്ന ആളാണ് അവിടുത്തെ ബെസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൃഷിയുടെ കാലത്ത് വന്നാൽ ഏറ്റവും നന്നായി കൃഷി ചെയ്യുന്ന ആളുണ്ടാവും, മോശം കൃഷി ചെയ്യുന്ന ആളുണ്ടാവും, നല്ല കൃഷി ചെയ്യുന്ന ആളുണ്ടാവും. അതുപോലെ തന്നെ IT കാലത്ത് വന്നാൽ നന്നായി IT അറിയുന്ന ആളുകളുണ്ടാവും, IT അറിയാത്ത ആളുകളുണ്ടാവും. സിമിലർലി ടുഡേ ഈ 21ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 21st സെഞ്ച്വറിയിൽ ഇന്ന് ജീവിക്കാൻ നമുക്ക് ആവശ്യമുള്ള സ്കില്ലുകളുണ്ട്. അത് ഹെൽത്ത് കെയറിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് കെയറിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എംപത്തിക് ആവുന്നുണ്ടോ, അതാണ് നിങ്ങളെ ഏറ്റവും വലിയ സ്കില്ല്. അത് കൂടാതെ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് മാത്രമല്ല, യു വിൽ ഹാവ് ടു സം ടൈം ടു സ്പീക്ക് ടു എ പാരൻറ്റ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹെർ ചൈൽഡ്. ചില സമയത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ വിഷമത്തെക്കുറിച്ച് ഒരു മകനോട് പറയേണ്ടി വരും. ആൻഡ് ഹൗ ഡു യു പുട്ട് ഇറ്റ്, എങ്ങനെയാണ് നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹെൽത്ത് കെയർ.
അതേപോലെ തന്നെ മറ്റു പല ഏരിയ ഇപ്പോൾ യു നീഡ് ടു നോ യു നീഡ് ടു ഹാവ് എ ഗുഡ് ഡിജിറ്റൽ ലിറ്ററസി. നിങ്ങളെങ്ങനെ ഡിജിറ്റലി ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യു നീഡ് ടു ഹാവ് എ ഗുഡ് മീഡിയ ലിറ്ററസി. നിങ്ങൾക്ക് നല്ല സെൽഫ് റെസിലിയൻസ് വേണം. യു നീഡ് ടു ബി ആക്ച്വലി എ ഗുഡ് സ്റ്റാർട്ടർ. ഒരു സെൽഫ് സ്റ്റാർട്ടർ ആയിരിക്കണം, ഒരു സെൽഫ് ഇനീഷ്യേറ്റീവ് ടേക്കർ ആയിരിക്കണം. ഇതൊക്കെ മറ്റെല്ലാ ഇൻഡസ്ട്രിയിലും ആവശ്യമാണ്. ഹെൽത്ത് കെയറിൽ ഇത് കുറച്ചും കൂടിയും അനിവാര്യമാണ്. റാദർ ദാൻ നമ്മൾ ബ്ലഡ് കണ്ടാൽ പേടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഉയരം കണ്ടാൽ പേടിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്കില്ലല്ല. ഇത് കുറച്ചുകൂടി മാനുഷികമായ കുറച്ച് ക്വാളിറ്റീസ് ആണ്. ഹൗ ഡു യു be a better person, then you will become actually a better healthcare person. That's it. Yeah.